അത് പശ്ചിമേഷ്യയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള അന്തിമ കരാർ ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ചു. ഇറാനും US-ഉം കൂടാതെ മധ്യസ്ഥരായ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും പ്രതിനിധികളും ചർച്ചകളുടെ ഭാഗമാണ്. ആണവായുധം തങ്ങൾക്ക് വേണ്ട എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. ആണവ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറപ്പു നൽകാൻ തയ്യാറാണെന്നും ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നു. അതേസമയം അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ല എന്നുള്ള നിലപാടിൽ എതിർപ്പ് ഇറാൻ ഉപേക്ഷിക്കുന്നില്ല. അത് ഇറാനിയം സമ്പുഷ്ടീകരണം മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ. മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ഒരു കരാറുണ്ട് ഇവർക്ക് മുന്നിൽ ചർച്ചയ്ക്കായി. അതിൽ നിരവധി വ്യവസ്ഥകളുണ്ട്. ഇറാനുള്ള നഷ്ടപരിഹാരം അടക്കമുണ്ട്. അന്തിമ തീരുമാനമാകണം. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നില? രഞ്ജിത്ത്, ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഖത്തർ അവകാശപ്പെടുന്നത്. ഖത്തറിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് ഒരു ഹൈ ലെവൽ ടെക്നിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് ഈ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതിക വശങ്ങൾ പരിശോധിക്കുക എന്നതായിരിക്കും ഈ സമിതിയുടെ ഒരു ദൗത്യം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇറാൻ ഈ ആണവ ഊർജം അല്ലെങ്കിൽ ആണവായുധങ്ങളുടെ കാര്യത്തിൽ അവർ നൽകുന്ന ചില വാഗ്ദാനങ്ങൾ വലിയ ആശ്വാസം അന്താരാഷ്ട്ര സമൂഹത്തിന് പകരുന്നതാണ്. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാനുള്ള തങ്ങളുടെ അവകാശം അവർ വിട്ടു നൽകുന്നും ഇല്ല. ഒരുപക്ഷെ അതിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾ വേണ്ടി വന്നേക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു. ഈ ന്യൂക്ലിയർ കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഒരു ടോപ്പ് പ്രയോറിറ്റിയാണ്. ഇറാൻ്റെ ന്യൂക്ലിയർ വിഷയങ്ങൾ അല്ലെങ്കിൽ ആണവായുധം എന്ന വിഷയം ഈ ചർച്ചകളിലെ ഒരു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമായി തന്നെ കാണുന്നു എന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഒരു വശത്ത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം, ലെബനനിലെ സെക്യൂരിറ്റി സോണിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ കാട്സ്, ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത്. അത് ഏത് തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്ന് വ്യക്തമല്ല. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ആയി ഇറാൻ മുന്നോട്ട് വെച്ച ഒരു പ്രധാന കാരണം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളാണ്, ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങളാണ്. ഹെസ്ബുള്ളയും ഇസ്രായേലും ഒരു വെടിനിർത്തലിലേക്കൊക്കെ ധാരണകൾ എത്തിയിരുന്നെങ്കിലും പിന്നീടും ഈ ലെബനനിലേക്ക് ആക്രമണം നടക്കുന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്ന ഘട്ടത്തിൽ ആണ് ഈ ഹോർമുസ് കടലിടുക്ക് തങ്ങൾ അടയ്ക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ നിലപാടിൽ ഇനി അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിൽ ഇനി എന്ത് ചർച്ചകൾ ഉണ്ടാകും എന്നത് ഒരു പ്രധാന ഘടകമാണ്. അമേരിക്ക ഹോർമുസ് തങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അത് അടയ്ക്കാനൊന്നും കഴിയില്ല എന്ന് വ്യക്തമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ത്യയിലേക്ക് വരേണ്ട 3 കപ്പലുകൾ ഇത് അടയ്ക്കുന്നതിന് തൊട്ട് മുൻപ് വന്നു എന്ന വാർത്തകൾ വലിയ തോതിൽ ആശ്വാസം നൽകുന്നതും ആണ്. അപ്പോൾ മറ്റൊരു പ്രധാന ഘടകം ഈ ഖത്തറിൻ്റെ കൈവശമുള്ള $6 ബില്യൺ അത് ഇറാന് അവകാശപ്പെട്ടതാണ്. ഇറാൻ്റെ തടഞ്ഞുവെച്ച ആസ്തി എന്ന നിലയിലുള്ള ഈ $6 ബില്യൺ അത് എങ്ങനെ തിരിച്ചു നൽകും, അത് വകമാറ്റി ചെലവഴിക്കരുത് എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ആസ്തികൾ എങ്ങനെ വിട്ടു നൽകും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സാങ്കേതിക വശങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും സമാധാനത്തിലേക്കുള്ള ചുവടുകൾ എന്ന് തന്നെയാണ് ഈ ബെർഗൻസ്റ്റോക്കിൽ നടക്കുന്ന ഈ ചർച്ചയെ എല്ലാവരും വിലയിരുത്തുന്നത്. വലിയ തോതിൽ അത് സമാധാനത്തിലേക്ക് കാര്യങ്ങളെ അടുപ്പിക്കുമെന്നൊരു വിശ്വാസമാണ്. അതായത് അമേരിക്കയുടെ ഒരു ഇതിലോടുള്ള ആത്മാർത്ഥത കൂടുതൽ തെളിയുന്നു. ഇറാനും അതിനനുസരിച്ച് നീങ്ങുന്നു. ഏതായാലും പാകിസ്ഥാനും ഖത്തറും ഒക്കെ ഇതനുസരിച്ചുള്ള നടപടികൾ നടത്തുന്നുണ്ട്. ഈജിപ്തിലെ കൈറോയിൽ അവിടെ വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു യോഗം ചേർന്നിരുന്നു. അത് സൗദി അറേബ്യ, അതുപോലെ പാകിസ്ഥാൻ, തുർക്കിയെ തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ആണ് അവിടെ ചേർന്നത്. വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആഗോളതലത്തിൽ ഒരു സമാധാനത്തിലേക്ക്, പശ്ചിമേഷ്യയിൽ സമാധാനം വരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ഈ ചർച്ചകളൊക്കെ സഹായിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. രഞ്ജിത്ത്, ശരി, മനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.